ഇന്നൊരു അൽഫാം ഉണ്ടാക്കണ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് ഇഞ്ചി കളക്കാനുള്ള പരിപാടി. ഇഞ്ചി ആദ്യം കളക്കട്ടെ. ഇഞ്ചി എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. കൊല്ലില്ലടാ എൻ്റെ കൊല്ലി. ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങുന്ന പരിപാടിയില്ല. അപ്പോൾ ഇവിടെ നട്ടുണ്ടാക്കില്ല. എന്നും ഈ വെൽഡിങ്ങിൻ്റെ വീഡിയോ തന്നെ ആയിക്കഴിഞ്ഞാലൊരു ചടപ്പല്ലേ. അതുകൊണ്ടൊരു വെറൈറ്റി വീഡിയോ അതിട്ടുണ്ടെന്ന്. അത്യാവശ്യം ഉണ്ടടാ. ഒരു മരടി ഇതാ ഇത്ര ഇഞ്ചുണ്ട്. ഇനി നമുക്ക് മുളക് സെറ്റപ്പ് ആക്കാം. മുളക് ഇങ്ങോട്ട് വാ. മുളക് വരയ്ക്കാം നമുക്ക്. മുളക് വേസ്റ്റ് എടുത്തിട്ടില്ല. മുളക് വരയ്ക്കട്ടെ കേട്ടോ. ഇത് മെറ്റലിലാണ് ഉണ്ടാകുന്നത്. മീനിൻ്റെ അമോണിയയിൽ നിന്നാണ് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് വരുന്നതായിരിക്കും. മുളക് മതിയാവോ? ഇതൊരു അക്വാപോണിക് സിസ്റ്റമാണ്. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇടാം. ഓക്കെ, അപ്പോൾ അൽഫാം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണിത്. അത് അതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കുകയാണ്. കുരുമുളക് മുളകുംപൊടിയൊക്കെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി. ഇവിടെ കുരുമുളക് ചതക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇടാം മസാലിൻ്റെ മേലെ കൂടെ. ഇതാക്കല്ലേ. മസാല നന്നായിട്ട് തേച്ച് കൊടുക്കല്ലേ. കുറച്ച് നേരം സുർക്ക വെള്ളത്തിലിട്ട് നല്ല വൃത്തിയാക്കി കഴിക്കുക. സാധനം നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. 2-3 കിലോനേറ്റ കോഴിയുണ്ട് മൊത്തത്തിൽ. എല്ലായിടത്തും തേച്ചോ. നല്ല മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ. ഇതാ നെറ്റിൻ്റെ ഉള്ളിൽ കൊള്ളാത്തതുകൊണ്ട് കുറച്ചിതാ കൃത്രിമമായിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നെറ്റ്. ഇതിലും കൂടി വെച്ചോളൂ. ആകെ വറകില്ലാത്ത ഈ ചിരട്ടൻ്റെയും ചകിരിൻ്റെ ഒക്കെ ചാക്കുകളൊക്കെ ഒന്ന് സൈഡാക്കി വെക്കാം. കോഴി കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് നെറ്റ് ഒപ്പിച്ച് വെച്ചതാ. നാച്ചുറലായിട്ടുള്ള അടുപ്പ് കേട്ടോ. അപ്പോൾ നമ്മളെ കോഴി ചൂടിലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി സാമ്പിൾ നോക്കട്ടെ. ചമ്മന്തി കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്. നെറ്റ് തയ്യായിട്ട് കുറച്ച് വേറെ നെറ്റ് കൂടെ ഒരുമിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും സംഭവം സൂപ്പർ ആയിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.